സത്യമാണോ ഭഗവാനെ? കൈലാസത്തിലേക്ക് കൊണ്ടുവന്ന മോക്ഷം കൊടുക്കുമോ? ഏറ്റു നാരദരെ കൊണ്ടുവന്നുള്ളൂ. നാരദർ അവിടെ നിന്ന് ഒരൊറ്റ പ്രഖ്യാപനാണ്, ഹേ ഭക്തന്മാരെ, എല്ലാവർക്കും മോക്ഷം. എത്ര പേർക്ക് മോക്ഷം വേണമെന്ന്? എല്ലാവരും കൈപൊക്കി. നിങ്ങൾക്കൊക്കെ വേണ്ടേ? നാരദര് പറഞ്ഞു, മോക്ഷം വേണ്ടേ, മോക്ഷം വേണ്ടേ എന്ന്. എല്ലാവരും നാരദരുടെ വാക്ക് കേട്ടു. യെസ്, എല്ലാവർക്കും വേണം മോക്ഷം. മോക്ഷം വേണ്ടവരൊക്കെ എൻ്റെ കൂടെ പോരൂ എന്ന്. നാരദർ നോക്കും 10,000-10,000 ആൾക്കാർ. നാരദർക്ക് മനസ്സിലായി ഭഗവാൻ പറഞ്ഞത് ശരിയല്ല, അവർക്കൊക്കെ മോക്ഷം വേണം. ആത്മാർത്ഥമായിട്ടാണ് വിളിക്കുന്നത്. നാരദർ പറഞ്ഞു, ഞാൻ ഹരഹര എന്ന് പറയും, നിങ്ങൾ ശിവശിവ പറയും. പിന്നെ ഞാൻ ശിവശിവ പറയുമ്പോൾ അങ്ങനെ സ്വാമി അയ്യപ്പോ എന്ന് പറയുന്ന പോലെ ഹരഹര ശിവശിവ ശിവശിവ ഹരഹര ഹരഹര ശിവശിവ. ഒരു വലിയ ഗ്രൂപ്പ് ഇങ്ങനെ കൈലാസത്തിലേക്ക് പോവുകയാണ്. ഏറെക്കുറെ നടന്ന് പോകുമ്പോൾ പണ്ട് ഹനുമാൻ സ്വാമി കുറച്ച് മരുന്ന് കൊണ്ടുപോകുന്നൊരു സ്ഥലമുണ്ട്, മൃതസഞ്ജീവിനിയൊക്കെ. ആ ഒരു ഭാഗത്തുകൂടെ ഒരു ക്രോസ് ചെയ്യുമ്പോൾ നാരദർ പറഞ്ഞു, അങ്ങോട്ടൊന്നും നോക്കരുത്, ചില പുല്ലുകളൊക്കെ ഉണ്ട്, അത് കഴിച്ചാൽ മരണം ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. മൃതസഞ്ജീവിനിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതല്ല വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടത് മോക്ഷമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട. ഹരഹര ശിവശിവ എന്ന് വിളിക്കുമ്പോൾ നാരദർക്ക് തോന്നി പുറകിലത്തെ ശബ്ദത്തിൽ കുറഞ്ഞു എന്ന്. നോക്കുമ്പോൾ എന്താ അറിയോ, കുറേ എണ്ണം പിടിച്ചു പറിച്ച് കഴിക്കുക പുല്ലുകളൊക്കെ. തൂവ വരെ കഴിക്കുന്നുണ്ട് ചിലർ, കിട്ടിയതല്ലേ വെച്ചിട്ട്. പോയതാ മോക്ഷത്തിന്. നാരദർ ഉറക്കം വിളിച്ചു ഹരഹര എന്ന്. പുല്ല് മതി അവർക്ക്, ഒരെണ്ണം അങ്ങോട്ട് നോക്കണില്ല. എന്നാലും ഒരു 10,000-2,000 ആൾക്കാരുണ്ട്. നാരദർ വിചാരിച്ചു ഉള്ളതെങ്കിലും ഉള്ളത് പോവാന്ന്. കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോൾ അവർ നോക്കുമ്പം നാരദർ പറയാണ്, ഇനിയുള്ളൊരു സ്ഥലം വലിയ അപകടം കേട്ടോ. അപ്പം എല്ലാവരും പറഞ്ഞു ഹരഹര എന്നൊക്കെ നിർത്തി, എന്താ അപകടം എന്ന് ആദ്യം പറയുമെന്ന്. ഇല്ലേ, ഈ സ്ഥലത്തിനെ പറയാ, ഇവിടെ പണ്ട് കുബേരൻ വസിച്ച സ്ഥലമായിരുന്നു. കുബേരൻ എന്ന് പറഞ്ഞാൽ വലിയ സമ്പന്നനായതുകൊണ്ട് അവിടെ കുറേ രത്നക്കല്ലുകളൊക്കെ ഉണ്ട്. ആരും അതിലേക്ക് നോക്കരുത്, ആരും അതൊന്നും പെറുക്കിയെടുക്കരുത്, നിങ്ങൾക്കൊക്കെ വേണ്ടത് മോക്ഷമാണ്. ഓ ഏറ്റവും ഹരഹര ശിവശിവ മുന്നോട്ട്. കുറച്ച് കഴിഞ്ഞപ്പം ഹരഹര എന്ന് പറയുന്നൊരു ശബ്ദമുണ്ട്, ശിവശിവ എന്നുള്ളൊരു ശബ്ദമില്ല. നോക്കുമ്പോൾ പകുതി 3/4 പേരും ഒക്കെ പെറുക്കിയെടുക്കുക കല്ല്. നാരദർക്ക് വിഷമം തോന്നി. മോക്ഷത്തിന് പോയ പാർട്ടിയാ ഉള്ളത്. 100 പേര്, 10,000 പോയിട്ടിപ്പോൾ 100 മാറി. കുറച്ചുകൂടി ദൂരെ പോയപ്പോൾ മാനസരോവറിൻ്റെ അടുത്ത് കൂടെയൊക്കെ പോണനി. നാരദർ പറഞ്ഞു, ഇനി അതിലും അപകടമാണ്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ട, അവിടെയാണ് അപ്സരസ്സുകളൊക്കെ കുളിക്കുക. ഇവിടെ ഈ മാനസരോവറിൽ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ട, നമുക്ക് നേരെ പോവാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയതാ. ഹരഹര ശിവശിവ എന്നൊക്കെ പറയുമ്പോൾ ഹരഹര എന്ന് മാത്രമേ ശബ്ദമുള്ളൂ. നാരദർ നോക്കുമ്പോൾ ഈ ശിവശിവ ചൊല്ലിയവരൊക്കെ മാനസരോവറിൻ്റെ തീരത്തിരിക്കുക. അപ്പം നാരദർ ചോദിച്ചു, മോക്ഷം വേണ്ട, ഞങ്ങൾക്ക് മോക്ഷമൊന്നും വേണ്ട, അതൊക്കെ പിന്നെ ഉണ്ടാക്കിക്കോളാം. നടന്ന് പരമശിവൻ കൈലാസനാഥൻ്റെ അടുത്തെത്തി. അല്ല മഹർഷേ, അങ്ങ് കുറേ ആൾക്കാരെയൊക്കെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പോയത് എന്ന്. ഒക്കെ വന്നു പരമശിവ. എവിടെയുണ്ട്? കുറേ എണ്ണം പുല്ല് കഴിക്കുന്നുണ്ട്, കുറേ എണ്ണം കല്ല് പെറുക്കുന്നുണ്ട്, കുറേ എണ്ണം സരോവറിൻ്റെ തീരത്തുണ്ട്. ഇവർക്കൊക്കെ മോക്ഷതാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞനുസരിപ്പിക്കാന്നൊന്നും വിചാരിക്കണ്ട. എന്ന കിഞ്ചിത് ഭാഗവതത്തിലെ വരികളാണ്. എന്ന കിഞ്ചിത് സൗഖ്യം എന്നാണ്. മനസ്സുമായിട്ട് ഒരിക്കലും സൗഖ്യം ഉണ്ടാക്കരുത്. കാരണം ചഞ്ചലം ഏവ. എന്താണ്? അതുകൊണ്ട് മനസ്സിന് കൊടുക്കേണ്ടത് എന്താണ്? നല്ല ദൃഢമായ ഒരു നിശ്ചയമായ ജീവിത രീതി. ആർക്ക് കൊടുക്കണം? മനസ്സിന് കൊടുക്കണം. അപ്പോഴേ ജീവിതത്തിനൊരു ശക്തി വരുള്ളൂ. ഇങ്ങനെ ഭഗവാൻ പരമശിവനെ കൊണ്ട് കാവൽക്കാരനാക്കി, പരമശിവനും കൃഷ്ണനും തമ്മിൽ ഏറ്റുമുട്ടി ബാണാസുരനെ വധിച്ച് അനിരുദ്ധനെ മുക്തനാക്കി, അനിരുദ്ധനെയും ഉഷയെയും ചേർത്ത് വയ്ക്കുന്ന കല്യാണമാണ് അനിരുദ്ധ ഉഷാ പരിണയം. ഉഷാ പരിണയം എന്നാണ് ഇതിനെ പറയുക. ഇതാണ് കഥ. ഇവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബാണാസുരന് സകല ശക്തികളുണ്ടായിട്ടും ഈശ്വരനിലേക്ക് ഉയരാനല്ല ശക്തി ഉപയോഗിച്ചത്,
തൻ്റെ കാര്യങ്ങൾ സാധിക്കാനാണ് ഈശ്വരശക്തിയെ ഉപയോഗിച്ചത്. നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോണ്ടല്ലോ, നമ്മൾ ബാണാസുരന്മാരായിട്ടാണ് പോണത്. ബാണാസുരൻ എപ്രകാരമാണോ ശിവനോട് കാവൽക്കാരനാവാൻ പറയുന്നത്, ഇതുപോലെയാണ് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഭഗവാനോട് പറയുന്നത്, എൻ്റെ കാര്യം നടത്തി തന്നോളൂ കേട്ടോ എന്ന്, ഉണ്ടെങ്കിലേ പാൽപ്പായസം തരുള്ളൂ എന്ന്. ബാണാസുരൻ്റെ വേറൊരു ഗ്രൂപ്പാണ് നമ്മൾ. എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തന്നില്ലെങ്കിൽ അങ്ങേക്ക് പാൽപ്പായസം തരുന്ന പ്രശ്നമില്ല എന്ന്. ഇപ്പം ഭഗവാനിപ്പോൾ ഒരു മുട്ട ഇറക്കണമെങ്കിൽ, ഭഗവാനിപ്പോൾ ഒരു വിളക്ക് കളത്തണമെങ്കിൽ എന്തെങ്കിലും നടത്തി കൊടുക്കണം എന്ന് പറയാണ്. അപ്പം തൻ്റെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ഈശ്വരശക്തിയെ ഉപയോഗിക്കുന്നവരെയാണ് എന്താസുരൻ, ബാണാസുരന്മാരെന്ന്. എന്നാൽ തൻ്റെ മനസ്സിനെ ഈശ്വരനോളം ഉയർത്താൻ ശ്രമിക്കുന്നവരാണ് അനിരുദ്ധന്മാരെന്ന് പറയുന്നത്. അനിരുദ്ധൻ ഉഷയെ വിവാഹം കഴിച്ച് നേരെ വീണ്ടും ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം നോക്കൂ, അനിരുദ്ധൻ ഉഷയുടെ കയ്യിൽപ്പെട്ട് വീണ്ടും അനിരുദ്ധൻ തിരിച്ച് ആരടുത്തേക്ക് പോകണോ? ഭഗവാൻ ശ്രീകൃഷ്ണൻ ബാണാസുരനെ വധിച്ച് അനിരുദ്ധനെയും കൊണ്ട് ദ്വാരകയിലേക്ക് പോകുമ്പോൾ ബുദ്ധിപൂർവം ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ തന്നെ മാനസികമായി ഉയർത്താൻ സാധിക്കുള്ളൂ. അപ്പം നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് കുറേ കാര്യങ്ങൾ ചോദിച്ചനുഭവിക്കാനല്ല. നമ്മൾ ബുദ്ധി ഉയർത്തും തോറും നമുക്ക് സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കും. മനസ്സിന് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാൻ സാധിക്കും. അതൊരു ഭഗവാൻ നടത്തിത്തരേണ്ട കാര്യമില്ല. ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കേണ്ടത് നമ്മളെയും ഭഗവാനെയും ഒന്നാക്കി മാറ്റാനാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തണം എന്ന് ഓർമ്മിപ്പിക്കുന്നൊരു കഥയാണ് ബാണാസുര കഥ. ഇനി മറ്റൊരു കഥയാണ്, അതിലേറെ രസാട്ടോ. പണ്ട് പൗണ്ഡ്രക എന്ന് പറഞ്ഞിട്ടൊരു രാജാവ്, ശരിക്കും പൗഡർ രാജാവ് എന്നാണ് വിളിക്കേണ്ടത്, പൗണ്ഡ്രക വാസുദേവൻ. ഈ രാജാവിനോട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പേര് കാശി രാജാവ് പറയാണ്, എടോ വാസുദേവ, തന്നെ കണ്ട ശരിക്കും ഒറിജിനൽ വാസുദേവനെ പോലെ ഉണ്ടെന്ന്. പാവം ഈ പൗണ്ഡ്രക വാസുദേവൻ തെറ്റിദ്ധരിച്ചു, ഞാൻ ഒറിജിനൽ വാസുദേവനെ പോലെ ഉണ്ട്. കറുത്ത നിറം, ഇവനെ പീതാംബരമൊക്കെ ധരിപ്പിച്ചു, കിരീടമൊക്കെ ധരിപ്പിച്ചു, പറഞ്ഞു നീ കൃഷ്ണനെ പോലെ ഇല്ലേ എന്ന്. അപ്പം ഇദ്ദേഹം പറഞ്ഞു, ഈ കൃഷ്ണന് 4 കൈകളൊക്കെ ഇല്ലേ, എനിക്ക് 2 അല്ലേണോ? ആശാരിമാരെ വരുത്തിച്ച് 2 കൂടി ഉണ്ടാക്കി. എന്നിട്ട് അതിൽ ശംഖ് ചക്ര കഥകളൊക്കെ പഠിപ്പിച്ചു. കന്യാകുമാരി എന്ന് വലിയ ശംഖ് സംഘടിപ്പിച്ചു, ഒരു ചക്രം ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് പിടിപ്പിച്ചു. ഇതൊക്കെ ചെയ്തിട്ട് ഇവനോട് ഇങ്ങനെ നടക്കാൻ പറഞ്ഞു. ഇവൻ എല്ലാവരോടും പറയും, ഞാൻ വിഷ്ണുവാണ് വിഷ്ണുവാണ്. പാവം നേരത്തെ എവിടെയെങ്കിലും ചൊറിയാൻ പറ്റുന്നു, ഇപ്പോൾ ചൊറിയാൻ പറ്റില്ല ആൾക്ക്, കാരണം കയ്യിലൊക്കെ ഓരോ സാധനങ്ങളാണല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരിക്കലും ഇവൻ്റെ ഭാര്യ പറഞ്ഞു, നാണമില്ലേ വാസുദേവനാന്നൊക്കെ പറഞ്ഞ് നടക്കാൻ. വാസുദേവൻ്റെ കഴുത്തിലൊരു മണിയുണ്ട്, കൗസ്തുഭം. ഓ, അതിപ്പോൾ ജ്വല്ലറി പോയാൽ കിട്ടുമല്ലോ, അതൊന്നും സംഘടിപ്പിച്ചു. പിന്നെയും ഭാര്യ പറഞ്ഞു, അത് മാത്രമല്ല, ഒരു കലയുണ്ട്, അടയാളമുണ്ട്, ശ്രീവത്സം എന്ന്. അതിപ്പോൾ എങ്ങനെയാണ് കിട്ടുക? കാശിരാജാവ് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കി തരാം. ഈ ചങ്ങാതിയോട് മലർന്ന് കിടക്കാൻ പറഞ്ഞു. നോക്കണേ, ഒരു ഇരുമ്പ് കഷ്ണം ചുട്ടു പഴുപ്പിച്ചു. എന്നിട്ട് മലർന്ന് കിടക്കുന്ന അവൻ്റെ പപ്പടം കാച്ചുന്ന പോലെ കൊണ്ട് നെഞ്ചത്ത് വെച്ചു. ഇവൻ ഉരുകി വെന്ത് കരയാൻ തുടങ്ങി. പറഞ്ഞു, ശ്രീവത്സമാണത്രേ. സഹിക്കേണ്ടി വന്നു. ഇങ്ങനെ പൊള്ളി 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 ഒരു സാധനം, കറുത്ത ഉണ്ട. ഭാര്യ ചോദിച്ചു, എന്തിനാ അങ്ങനെ പൊള്ളിച്ചതെന്ന്. പൊള്ളിച്ചതല്ലേടി, ശ്രീവത്സം. അങ്ങനെ ശ്രീവത്സം, കൗസ്തുഭം, പീതാംബരം എല്ലാം ആയിട്ട് ഇവനൊരു വാസുദേവൻ എന്നൊരു തോന്നൽ, ഒരു കത്തെഴുതി കൃഷ്ണനെ. ഒക്കെ കാശിരാജാവ് പറഞ്ഞിട്ടാണ്. ദ്വാരകയിലെ വാസുദേവന്, കള്ള വാസുദേവന് കഥകനെയാണ്. എനിക്ക് അവകാശപ്പെട്ട സുദർശന ചക്രവും കൗമോദകി ഗദയും അതുപോലെ തന്നെ ശംഖും പാഞ്ചജന്യവും എൻ്റെ കാൽക്കൽ വെച്ച് നീ നമസ്കരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ നരകത്തിലേക്ക് പറഞ്ഞയക്കും എന്ന് യഥാർത്ഥ വാസുദേവൻ ഒപ്പും. മറ്റത് കള്ള വാസുദേവൻ. ഈ കത്ത് വായിച്ചു ഭഗവാൻ പൊട്ടിച്ചിരിച്ചു. നേരെ ബലരാമസ്വാമിയോട് പറഞ്ഞ് പോവാണ് പൗണ്ഡ്രകൻ്റെ കൊട്ടാരത്തിലേക്ക്. നോക്കുമ്പോൾ നല്ല രസം, തന്നെ പോലൊരു രൂപം, കിരീടമൊക്കെ വെച്ച്. ഭഗവാൻ മാറിലേക്കൊക്കെ നോക്കി, പാവം പൊള്ളിയിട്ടുള്ള സാധനം, ഇങ്ങനെയൊരു രൂപം. ഭഗവാൻ വിനയാന്വിതനായി പറഞ്ഞു, ഹേ യഥാർത്ഥ വാസുദേവ, അങ്ങയ്ക്ക് അവകാശപ്പെട്ട ചക്രം ഇതാ ഞാൻ തരണു.
അവന് തല അറുത്തുകൊണ്ടാണ് പോയത്. അവന് ചക്രവും വേണ്ട, ഒന്നും വേണ്ട. കാശി രാജ്യത്തിൽ ചെന്ന് കാശി രാജാവിൻ്റെ തല വരെ വീഴ്ത്തി. അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ പുത്രൻ സുദ്യുമ്നൻ, ഈ കാശി രാജാവിൻ്റെ പുത്രൻ, ദ്വാരക നശിപ്പിക്കാനായിട്ടൊക്കെ തീരുമാനിക്കുക. പക്ഷെ സാധിച്ചില്ല എന്നാണ് കഥ. ഈ കഥയും നമുക്ക് മറ്റൊരു തത്വം പറഞ്ഞു തരുന്നു. എന്താണ് ഈ തത്വം? കൃഷ്ണനെ ബാഹ്യമായി അനുകരിച്ച രാജാവാണ് പൗണ്ഡ്രകൻ. പക്ഷേ അദ്ദേഹത്തിന് മാനസികമായി ഉയരാനല്ല, തൻ്റെ ജീവിതം പോലും നശിപ്പിക്കേണ്ടി വന്നു. എന്താ ഇതിൽ നമ്മളെ പഠിപ്പിക്കുന്നത്? ആത്മീയത എന്നത് കേവലം ഒരു ആചാരമല്ല, ഒരു വിചാരമാണ്. ആചാരമെന്നാൽ ചടങ്ങുകൾ, വിചാരമെന്നാൽ മനസ്സിൻ്റെ അർപ്പണം നടത്തുക. അപ്പം നിങ്ങൾ ഇത് മനസ്സിൽ ഓർത്ത് വയ്ക്കണേ. അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴും നിങ്ങൾ എപ്പോൾ പോയി, കുളിച്ചിട്ടാണോ പോയത്, ചന്ദനം തൊട്ടിട്ടുണ്ടോ, 3 പ്രദക്ഷിണം വെച്ചിട്ടുണ്ടോ, അത് ഇടതുകാലം കൊണ്ട് വെച്ചോ വലതുകാലം കൊണ്ട് വെച്ചോ, തീർത്ഥം ഇങ്ങനെ കുടിച്ചോ ഇങ്ങനെ കുടിച്ചോ, ചന്ദനം ഇങ്ങനെ തൊട്ടോ ഇങ്ങനെ തൊട്ടുവോ, ഇതൊന്നുമല്ല മുഖ്യം. മുഖ്യമായത് എത്ര നേരം മനസ്സ് ഭഗവത് വിചാരത്തിൽ ഉണ്ടായിരുന്നു. ഇതിനെയാണ് വിചാരം എന്ന് പറയുന്നത്. മറ്റതെല്ലാം ആചാരങ്ങളാണ്. കുളിക്കണോ നടക്കണോ. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഭാരതീയ സംസ്കാരം ആചാരത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പക്ഷെ എന്തു പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ള മതങ്ങളുമായിട്ടുള്ള നമ്മുടെ ചേർച്ച കൊണ്ട് ഇന്ന് വിചാരത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം ആചാരങ്ങൾക്ക്. കുളിച്ച് വീട്ടിൽ വിളക്ക് കൊളുത്തുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് നാമം ജപിക്കാൻ. അതുകൊണ്ട് എന്തുണ്ട്? വിളക്ക് കൊളുത്തിയിട്ടും എന്തെങ്കിലും ജീവിതത്തിൽ പ്രതികൂലമായി സംഭവിച്ചാൽ മാനസികമായി തളരുന്നു. ഒരു വശത്ത് നമുക്ക് ഭക്തി ഉണ്ടെങ്കിലും വേറൊരു വശത്ത് മാനസികമായി തളരുന്നുവെങ്കിൽ ഇതെങ്ങനെ യോജിക്കുന്നതാണ്? ഭഗവാൻ പറയണോ നമേ ഭക്ത പ്രണശ്യതീന. ഗീതയിലെ ഓരോ വാക്കുകളെടുത്ത് നോക്കൂ. യഥാർത്ഥ ഭക്തനുണ്ടല്ലോ, യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭപരിത്യാഗി ഭക്തിമാൻ മേ പ്രിയോ നര. എൻ്റെ യഥാർത്ഥ ഭക്തൻ അദ്ദേഹം എങ്ങനെയുള്ളവനാണ്? ശുഭവും അശുഭവും പരിത്യജിച്ചുകൊണ്ട് തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേതസ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നര. ഭഗവത്ഗീതയിലെ 12-ാം അധ്യായത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ ഭക്തൻ തുല്യനിന്ദാസ്തുതി. സ്തുതി ചെയ്താലും നിന്ദിച്ചാലും മനസ്സിനെ തുല്യം എന്ന് പറഞ്ഞാൽ ഒരുപോലെ. ഈ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുവരാൻ മോഹൻലി അനുകൂലമായത് വന്നാലും തളരാത്തൊരു മനസ്സിൻ്റെ ഉടമയെ തീരാൻ. ഭട്ടതിരിപ്പാടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ മനസ്സ് നമുക്കുണ്ടാക്കണമെങ്കിൽ നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈ അനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധിക ബലപാരിജാതോ ഹരിത്വം ക്ഷുദ്രം തം ശക്രവാടി ദ്രുമമഭിലഷതി വ്യർത്ഥമർത്തിവ്രജോയം. ആരിലേക്ക് തിരിയണം? നമ്രാണാം. ആരിലേക്ക് തിരിയണം? ഭഗവാനിലേക്ക് മനസ്സ് തിരിയണം. അപ്പം മനസ്സ് ഭഗവാനിലേക്ക് തിരിയണം എന്നുണ്ടെങ്കിൽ അത് ആചാരം പോരാ, അതിന് വിചാരം വേണം. നിങ്ങൾ സൗകര്യപൂർവ്വം എടുത്ത് വായിക്കേണ്ട ഒരു ഭാഗമുണ്ട് രാമായണത്തിൽ. ഏതാണ് ആ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരി ഉപാഖ്യാനം. വീട്ടിൽ പോയിട്ട് നോക്കിയാൽ മതി. രാമായണത്തിൽ ശബരി ദേവിയുമായി ശ്രീരാമസ്വാമിക്കൊരു സംവാദം. കാട്ടുജാതിക്കാരിയാണ് ആര്? ശബരി. കാട്ടിൽ ജനിച്ചവളാണ്. അപ്പം എങ്ങനെയാണ് ഭഗവാനെ സ്വീകരിക്കേണ്ടത്, പൂജിക്കേണ്ടത് ഒന്നും അറിയില്ല. ഭഗവാനോട് പറയാണ്, എനിക്കൊന്നും അറിയില്ല, ഒന്നേ അറിയുള്ളൂ, എൻ്റെ ഗുരുവായിരിക്കുന്ന മാതംഗഋഷി പറഞ്ഞു തന്ന കുറേ മന്ത്രങ്ങൾ അറിയാം, ഇത്രയേ ഉള്ളൂ, ഞാനതൊക്കെ ജപിക്കുന്നുണ്ട്.
ഉടനെ ഭഗവാൻ ശബരിയോട് പറയുകയാണ്, പുരുഷ സ്ത്രീ ജാതനാമാദികളല്ല ആശ്രയം മമ ഭജനത്തിനോ ജഗത്രയേ. തീർത്ഥസ്നാനതപോദാന വേദാധ്യായന ക്ഷേത്രോപവാസയാഗാദി അഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകെട്ടുകയില്ല എന്നെ ഭക്തി കൊണ്ടൊന്നൊഴിഞ്ഞുകൊണ്ടൊരു നാളും നാഥേ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുറേ അമ്പലത്തിൽ പോയതുകൊണ്ടോ, കുറേ ദിവസവും കുളിച്ചു തൊഴുതതുകൊണ്ടോ, ദിവസവും രാവിലെ വീട്ടിൽ വിളക്ക് വെച്ചതുകൊണ്ടോ മനസ്സ് ഭഗവാനിൽ തിരിയുന്നില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും മാനസികമായി അല്പം പോലും ഒക്കെ കുറെ ചടങ്ങായിട്ട് നിൽക്കും, ആചാരങ്ങളായിട്ട് നിൽക്കും. ഏതുണ്ടാവില്ല? വിചാരം. മനസ്സ് ഭഗവാനിലേക്ക് തിരിയണം. അത് നിങ്ങൾ കുളിച്ചുവോ കുളിച്ചില്ലേ, വിളക്ക് വെച്ചോ, വിളക്ക് വേണം, അതൊക്കെ വേണം തീർച്ചയായിട്ടും. അതിലൊക്കെ ഉപരി ഏത് വേണം? നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകേണ്ടുന്ന ഒരു വലിയ ഒരു പ്രതീകം ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മാചാര്യനാണ്. വിളക്കൂല്ല, കുളിയുമില്ല, പക്ഷേ എന്നിട്ടും തളർന്നു പോയൊരു മനസ്സിനെ ഉയർത്തിക്കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് എന്ത് ജപിക്കണോ? നോക്കൂ, പറയുന്നത് യസ്യ സ്മരണമാത്രേണ, ജപസ്മാത്രേണ അല്ല, യസ്യ സ്മരിക്കലാണ്. ജന്മസംസാരബന്ധനാൽ വിമുച്യതേന. ഞാൻ ജപിക്കുകയല്ല ചെയ്യുന്നത്, ഞാൻ സ്മരിക്കുകയാണ് ചെയ്യുന്നത്. യസ്യ സ്മരണമാത്രേണ, അങ്ങനെയല്ലേ വാക്ക്? അപ്പം നമ്മളോട് ജപിക്കാനല്ല പറയുന്നത്, നമ്മളോട് സ്മരിക്കൂ. എത്ര നേരം നമ്മുടെ മനസ്സ് നമുക്ക് ഭഗവാനിലേക്ക് വെക്കാൻ പറ്റും? ദിവസവും നമുക്ക് ഒരു 10 മിനിറ്റെങ്കിലും പറ്റുമോ ഇന്ന് എൻ്റെ മനസ്സ് ഭഗവത് വിചാരത്തിൽ, എന്തു വന്നാലും ഭഗവത് പ്രസാദമായി ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുമോ എന്നിങ്ങനെ സ്വയം ആത്മപരിശോധന ചെയ്യണം. അതാണ് നമ്മളൊക്കെ ചെയ്യാനുള്ളത്. ഏതായാലും ഇപ്രകാരം പൗണ്ഡ്രക വാസുദേവൻ ആചാരത്തിൻ്റെ പ്രതീകമാണ്. ആചാരങ്ങളൊക്കെ അന്ധമായി ആചരിച്ചാൽ അതൊക്കെ അനാചാരമായി. മനസ്സിലാവുണ്ടോ? നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടല്ലോ, പണ്ട് ഒരു സ്ഥലത്ത് കഥകളി നടക്കുകയാണ്, നരസിംഹാവതാരം കഥകളിയാണ്. അപ്പം ഇങ്ങനെ നരസിംഹം തൂണിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു, ഹിരണ്യകശിപുവിൻ്റെ മേലേക്ക് ചാടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നു. കുറേ കഴിഞ്ഞ് ഹിരണ്യകശിപുവിനെ പിടിച്ച് നരസിംഹം മടിയിലിരുത്തണു. ആ സമയത്ത് കുടൽമാലകളൊക്കെ കീറിയെടുക്കണം കേട്ട്. കഷ്ടകാലത്തിന് ഹിരണ്യകശിപുവിൻ്റെ കുടലും മാലയും കാണാനില്ല. ഈ കളിക്കുന്നതിനിടയിൽ എവിടെയോ വീണുപോയി. അങ്ങനെ നരസിംഹം കിടന്ന ആകെ തപ്പത് എവിടെയാണ് പോയിരിക്കണം. കാരണം ഇതൊക്കെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കുന്ന സാധനമല്ലേ. ഈ പഞ്ഞിയിലിങ്ങനെ ചുവന്ന മഷിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് മുക്കി ഇതിങ്ങനെ അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ പുറത്ത് വന്ന് ഇങ്ങനെ കാര്യമായിട്ട് വലിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, ഒറിജിനൽ അല്ലല്ലോ, കളിയല്ലേ. ഇതെവിടെയോ പോയി, കാണാനില്ലേ സാധനം. ഇരുന്ന് തപ്പാൻ തുടങ്ങി. ആര്? നരസിംഹം ഇങ്ങനെ ഇരുന്ന് തപ്പുകയാണത് എവിടെയാണെന്ന്. അതിൻ്റെ ഇടയിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ നരസിംഹത്തിൻ്റെ കയ്യിൽ കൂർത്ത നഖമാണ്. ഇതിങ്ങനെ മേല് തട്ടുമ്പോൾ ഹിരണ്യകശിപുവിന് ഇക്കളിയാവുക. ചിരിക്കാൻ പറ്റുമോ അവിടെ കിടന്നിട്ട്? അപ്പം ഇങ്ങനെ നരസിംഹത്തിനോട് പറയുന്നുണ്ട് അവിടെ തുടരുത് ഇവിടെ തുടരുത് എന്നൊക്കെ പറയുന്നുണ്ട്. നരസിംഹത്തിനാണെങ്കിൽ കുടൽമാല എടുത്തിട്ടില്ലെങ്കിൽ സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. 3 മിനിറ്റ് തപ്പി, 4 മിനിറ്റ് തപ്പി. അപ്പോഴാണ് ഈ ചെണ്ടക്കാരെങ്ങനെ നോക്കുമ്പോൾ താഴെ വീണ് കിടക്കുകയാണ് സാധനം. ഓൾറെഡി കുടലും മാലയും താഴെ വീണ് പോയിട്ടുണ്ട്. പിന്നെ തട്ടി കാലുകൊണ്ട് തട്ടി നരസിംഹത്തിന് ഇട്ട് കൊടുത്തു. അപ്പോഴാണ് നരസിംഹം ഇങ്ങോട്ട് വലിച്ചൊക്കെ ഇങ്ങനെ എടുക്കുന്നത്. എന്നാലും ആ ഒരു ഹിരണ്യകശിപുവിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. കുടലും മാലയും പുറത്ത് വരുന്നില്ല എന്ന് മാത്രമല്ല, ഒറിജിനൽ കുടലും മാലയും പുറത്ത് വരുന്ന വിധത്തിലാണത്. ഇതാണ് സത്യം. അതുകൊണ്ട് ഇത് വെറും ഒരു ആചാരമാവരുത്, ഇത് എന്തായി മാറണം. അപ്പം ഇത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം. ഞാൻ എത്ര കാലം അമ്പലത്തിൽ പോയി, എത്ര പ്രാവശ്യം കുളിച്ചു തൊഴുതു, എത്ര പ്രാവശ്യം വിളക്ക് വെച്ചു, എത്ര പ്രാവശ്യം ഞാൻ 47 കൊല്ലം ശബരിമലയ്ക്ക് പോയി എന്നാണ്. വലിയ കാര്യമായി പോയി. അത് 2 തവണ തെങ്ങ് വെച്ചു എന്നാണ്. വളരെ നന്നായി അത്. എന്നിട്ടിപ്പോൾ എന്താ അവസ്ഥ? മകൻ ഭരിച്ചു, ഇപ്പൊ അയ്യപ്പൻ എന്നെ കൈവിട്ടു എന്നിരുന്ന് കരഞ്ഞോളൂ. ഇനി 47 കൊല്ലവും ശബരിമലയ്ക്ക് പോയിട്ടും മനസ്സിന് യാതൊരു മാറ്റവും വന്നില്ല. ഇതാണ് മനസ്സ് മാറാതെ എവിടെ പോയിട്ടും കാര്യമില്ല. ഈ കഥയുണ്ടല്ലോ, മഹാഭാരതത്തിൽ
ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ കാണിച്ചു കൊടുക്കുകയാണ് പാണ്ഡവർക്ക്. പാണ്ഡവർ യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു തീർത്ഥാടനത്തിന് പോകാൻ തയ്യാറായി. എല്ലാവരും കൂടെ കുളിച്ചൊരുങ്ങി ഭഗവാനോട് പറഞ്ഞു, കൃഷ്ണ അങ്ങും കൂടെ വരൂ, തീർത്ഥാടനം ചെയ്യാൻ, നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് അങ്ങോട്ട് തുടങ്ങാന്ന്. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറില്ലേ? ശബരിമല സീസണായാൽ ആൾക്കാർ തീർത്ഥാടനത്തിന് വരുമല്ലോ. ഗുരുവായൂരിൽ തൊഴുത് ഇവിടുന്ന് കെട്ട് നിറച്ച് പിന്നെ അടുത്ത പിടുത്തം എവിടെയാണെന്നാ നോക്കുക. അവിടെ നടയടയ്ക്കുമ്പോഴേക്കും അവിടെ പിടിക്കണം ആ ദൈവത്തിനെ എന്നാണ്. അത് കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ അടുത്ത ദൈവത്തിനെ പിടിക്കണം. തൃപ്പയാറ് കഴിഞ്ഞു, ചോറ്റാനിക്കരപ്പനായ കൊടുങ്ങല്ലൂരായി, ചോറ്റാനിക്കരയായി, വൈക്കം, മേറ്റുമാനൂർ, കടുത്തിരുത്തി, എന്തൊക്കെ ഇരുത്തിയാന്ന് എനിക്കറിയില്ല. എന്തായാലും പിന്നെ അങ്ങോട്ട് യാത്രയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും എത്തിച്ചേരണം. അപ്പോൾ ഭഗവാനോട് പറഞ്ഞു നമുക്കൊരു തീർത്ഥയാത്ര ചെയ്യാന്ന്. ഭഗവാൻ പറഞ്ഞു, പാണ്ഡവരെ എന്നെ നിർബന്ധിക്കരുത്, ഞാനില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലേ ഭഗവാനെ, അങ്ങ് വന്നേ പറ്റുള്ളൂ. നിർബന്ധിച്ച് അവസാനം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ. അർജുനനോട് പറഞ്ഞു, ഒരു വെള്ളരിക്ക എടുത്തോണ്ട്. എന്താണ് വെള്ളരിക്ക? ഭഗവാനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം, നിങ്ങൾ വെള്ളരിക്കൊന്നും നന്നായിക്കണ്ട. അന്നൊക്കെയും ഇതുണ്ടാവും, ആശ്രമങ്ങളൊക്കെ, അവിടുന്ന് കഴിച്ചോളാം. ഭഗവാൻ പറഞ്ഞു, വേണ്ട വേണ്ട, ഇത് കഴിക്കാനുള്ളതല്ല, ഞാൻ വരുന്നതിന് പകരം ഞാനൊരു വെള്ളരിക്ക കൊടുത്തായിരിക്കും. അതിനെ പകുതിയാക്കി ഭഗവാൻ പകുതി പാണ്ഡവരെ ഏൽപ്പിച്ചു, പകുതി പറഞ്ഞുപെടുന്നോട്ടെ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഏതൊക്കെ അമ്പലങ്ങളിൽ പോകുന്നുണ്ടോ ഒക്കെ അവിടുത്തെ തിരുമേനിയെ ഏൽപ്പിച്ചിട്ട് ഒന്ന് പൂജിച്ച് തരാൻ പറയണം. നിങ്ങൾ അവിടെ പോയതിൻ്റെ പ്രതീകം പോലെ ഞാൻ അവിടെ എത്തിയതിന് പകരം ഏതൊക്കെ തീർത്ഥങ്ങളിൽ കുളിക്കുന്നുണ്ടോ അതിലൊക്കെ ഒന്ന് മുക്കിക്കൊണ്ടുവരണം. പാണ്ഡവരുടെ കയ്യിൽ വെള്ളരിക്ക കൊടുത്തു. അവർ പറഞ്ഞു, എന്താ ഈ വെള്ളരിക്കും കൊണ്ടുപോയി? ഏതായാലും കൃഷ്ണൻ പറഞ്ഞാൽ അനുസരിച്ചല്ലേ പറ്റുള്ളൂ, കൊണ്ടുപോയി. അങ്ങനെ ഒരു 10-20 ദിവസം കഴിഞ്ഞ് തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ വെള്ളരിക്ക വേറെ കുറേ വാട്ടം പിടിച്ചിട്ടുണ്ട് അതിന്. തിരിച്ചു വന്നു, ഭഗവാൻ കണ്ടു, പാണ്ഡവരോട് എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരം, നല്ല ദർശനം, തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ഞങ്ങൾ എങ്ങനെയൊക്കെയോ മുന്നിലെത്തിയിരുന്നു. അതൊക്കെ പാണ്ഡവർക്ക് നല്ല കഴിവുണ്ട്. കാരണം ഭീമസേനൊക്കെ വന്നാൽ ഏത് തിരക്കും മാറും, അത്ര തിരക്കി കയറാൻ കഴിവുള്ളവരൊക്കെയാണ്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, ഞങ്ങളൊക്കെ സുഖമായി തൊഴുത് എല്ലാം. ഭഗവാൻ പറഞ്ഞു, എൻ്റെ വെള്ളരിക്കയുടെ കാര്യം എന്താ, അതൊന്ന് പറഞ്ഞു. വെള്ളരിക്ക ഞങ്ങൾ തൊഴിപ്പിച്ചു, അതൊക്കെ ഞങ്ങൾ വേണ്ടത്ര മുക്കി. ഞങ്ങൾ ഒരു വട്ടേ മുങ്ങിയുള്ളെങ്കിൽ വെള്ളരിക്ക ഞങ്ങൾ 3 വട്ടമൊക്കെ മുക്കിയിട്ടുണ്ട്. ഭഗവാൻ പറഞ്ഞു, എന്നാൽ തരൂ എൻ്റെ വെള്ളരിക്കാന്ന്. അത് കൊടുത്തു ഭഗവാന്. അർജുന കത്തിയെടുത്തുകൊണ്ടിരുമോ? അർജുനൻ കത്തിയെടുത്തുകൊണ്ടുവന്ന്, എന്താവും ഇതിൻ്റെ മുകളിൽ സർക്കസ്? ഭഗവാൻ അതിൻ്റെ തോലൊക്കെ ചെത്തി അതിനെ കഷ്ണം കഷ്ണമാക്കി അർജുനോട് പറഞ്ഞു, ഒരു കഷ്ണം ഒന്ന് കഴിക്കൂ അർജുന, കാരണം പുണ്യം ചെയ്ത വെള്ളരിക്കയാണേ. എത്രയോ തീർത്ഥങ്ങളിലൊക്കെ പലതവണ മുങ്ങി വന്ന വെള്ളരിക്കയാണ്. ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം കിട്ടിയ വെള്ളരിക്കയാണ്. ഒരു കഷ്ണം കഴിച്ചോളൂ. അർജുനനത് അങ്ങോട്ട് കഴിച്ചെന്ന് കഴിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞൊരു തുപ്പല്. പാണ്ഡവരൊക്കെ തുപ്പിക്കളഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഇതുപോലെയാണ് നിങ്ങളുടെ യാത്ര. ഏതൊക്കെ അമ്പലങ്ങളിൽ എത്ര കാലം പോയിട്ടും മനസ്സിൻ്റെ കയ്പ് വിട്ട് പോയിട്ടില്ലെങ്കിൽ, മനസ്സിന് മാറ്റം വന്നിട്ടില്ലെങ്കിൽ പോയതുകൊണ്ട് തതയ്ക്കും.